സർക്കാർ ആശുപത്രികളിൽ ട്രീറ്റ്മെന്റിന് പോകാൻ കഴിയുമോ? സർക്കാർ ആശുപത്രികളെ ഏതാണ്ട് കൊലക്കളങ്ങളാക്കിയില്ലേ? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. സർജറിക്ക് വിധേയനായ രോഗിയുടെ കാലിൽ പുഴുവരിച്ച നിലയിൽ. ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയർ. തൃശൂർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. ഇന്ന് വൈകിട്ട് 5ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയം. ഡയാലിസിസ് രോഗികളെ ദുരിതത്തിലാക്കി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പുതിയ നയം. വീട്ടിൽ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് സൗജന്യമായി നൽകി വരുന്ന ഫ്ലൂയിഡ് വെട്ടിക്കുറച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി ഫ്ലൂയിഡ് ലഭിക്കുന്നില്ലെന്നും കാരുണ്യ ഫാർമസികൾ മുഖേനയുള്ള ഫ്ലൂയിഡ് വിതരണം സർക്കാർ പരിമിതപ്പെടുത്തിയെന്നും പരാതി. രോഗികൾക്ക് ആശ്വാസമായി വീട്ടിലിരുന്ന് ഡയാലിസിസ് ചെയ്യാനാകുന്ന തരത്തിൽ മുൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് അട്ടിമറിച്ച് രോഗികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു ദിവസം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതിനെന്താണ് ഭാഷ? ഇതാണ് ഒറ്റപ്പെട്ട സമരം, അല്ല ഒറ്റപ്പെട്ട സംഭവം. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്ക്.